3 പതിറ്റാണ്ട് പഴക്കമുള്ള വീട് ഈ കാലഘട്ടത്തിലെ ട്രെൻഡിനനുസരിച്ച് റിനോവേറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഞാൻ ആർക്കിടെക്ട് പ്രസീത. ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മിസ്റ്റർ അനിൽശേഖർ ആൻഡ് ഫാമിലിയുടെ 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് ഒലവക്കോടാണ്. 30 വർഷം പഴക്കമുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സിറ്റ് ഔട്ട് നിന്ന് ഡയറക്റ്റ് വരുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡേൺ കം ട്രഡീഷണൽ സ്റ്റൈലിലാണ്. ഇതുപോലുള്ളൊരു 6 സീറ്റർ സോഫ എൽ ഷേപ്പിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പാനലിങ്, അതേപോലെ പാനലിങ്ങിൻ്റെ കൂടെ കോവ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. ഈ ഏരിയയിലായിട്ടാണ് DB യൂണിറ്റ് വരുന്നത്. നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ DB കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ DB കറക്റ്റായിട്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ളൊരു ജസ്റ്റ് ഒരു പാനലിങ് കൊടുത്തിട്ട് വിനൽ സ്റ്റിക്കർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിക്കർ വർക്കിന് ചെറിയൊരു കൊടുത്തിട്ട് നമ്മൾ അത് നമ്മുടെ ഈ ഒരു വാളിൻ്റെ ഒരു തീമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് DB സെപ്പറേറ്റ് അറിയുന്നില്ല അവിടെ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു TV യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ 30 വർഷം പഴക്കമുള്ള വീടാണെന്നുള്ളത്. സ്പേസ് നമുക്ക് അതേ സ്പേസ് തന്നെയാണ്. ആ ഒരു സ്പേസിനെ എങ്ങനെയാണ് ഈ രീതിയിലുള്ളൊരു പ്രൊജക്റ്റ്, അതായത് ഈ രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ ആക്കി മാറ്റി എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇമേജസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നതാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ ഷെൽഫെല്ലാം നമ്മൾ എടുത്ത് മാറ്റി ഈ വാളിനെ ഫ്രഷ് ചെയ്തിട്ടാണ് ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു TV യൂണിറ്റ് ആ ഒരു DBയുടെ സൈഡിലായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഇന്നോവേറ്റീവായിട്ടുള്ള മോഡേൺ മെറ്റീരിയൽസ്, ആ ഒരു ഡിസൈൻ ട്രെൻഡ് കൊണ്ടുവന്നത് കാരണം കൊണ്ടും, അതേപോലെ തന്നെ ടോട്ടൽ പെയിൻറ്റിങ്, ലൈറ്റിങ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്ലൈൻഡ്സ്, ഈ സോഫയിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ്, ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ TV യൂണിറ്റിനോട് ചേർന്നാണ് വളരെ ചെറിയൊരു പൂജ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പൂജ യൂണിറ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പൂജ യൂണിറ്റ് കൊടുക്കാനുള്ള സ്പേസ് കുറവുള്ളത് കാരണം കൊണ്ട് വളരെ ചെറുതും അതേപോലെ തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പൂജ യൂണിറ്റാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SPC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റോൺ പോളിമർ കമ്പോസിറ്റ് പാനലാണ്. ആക്ച്വലി അത് വുഡൻ ഷെയ്ഡിൽ വരുന്നുണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു കിച്ചൺ വരുന്നുണ്ട്. കിച്ചൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ആർച്ച് ഷേപ്പിലായിരുന്നു ആദ്യം. അപ്പോൾ അതേപോലെ ഒരു പാനലിങ് കൊടുത്തിട്ട് അതിനെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനലിങ് നമുക്ക് ഇവിടെ ഉള്ളത് കാരണം കൊണ്ട്, ഈ ഒരു ആർച്ച് ഷേപ്പ് ഉള്ളത് കാരണം കൊണ്ട് ഈ ഒരു ആർച്ചിനെ ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. ആ ഷെൽഫ് നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കിയിട്ട് ആർച്ച് ഷേപ്പിലാണ് ഇവിടുത്തെ ക്രോക്കറി ചെയ്തിരിക്കുന്നത്. ആ ക്രോക്കറിക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ളൊരു കോവ് ലൈറ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി മിററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചൺ അതായത് ഡൈനിങ് കം ഒരു ഷോ കിച്ചണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പണ്ട് ഉണ്ടായിരുന്നത് ഇവിടെ വലിയൊരു വാളുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കിച്ചൻ്റെ സ്പേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ വാളെല്ലാം എടുത്ത് മാറ്റി ഇതേപോലെ, ഇത് ബീമാണ്, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 30 വർഷം പഴക്കമുള്ള വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ റൂഫിൻ്റെ ഹൈറ്റ് കുറവുണ്ടാവും. അതേപോലെ തന്നെ പല ഏരിയാസിൽ നമുക്ക് ഡീമോളിഷിങ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചർ ഇൻസ്റ്റെബിലിറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഏത് ഏരിയയാണോ ആ ഒരു സ്പേസ് വേണ്ടത്, ഡിസൈൻ അനുസരിച്ചുള്ള സ്പേസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ മാത്രമാണ് നമ്മൾ ഡീമോളിഷിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഈ ഒരു ഏരിയയ്ക്ക് ഭയങ്കര വൈഡ് വ്യൂ ആയിട്ട് നമുക്ക് ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിച്ചൺ ആ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തു. അതിന് സപ്പോർട്ടീവായിട്ട് ഇതേപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് കൊടുത്തിരിക്കുകയാണ്. ചെറിയൊരു ഡൈനിങ് ടേബിളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ, അതായത് ഡൈനിങ്ങിനോട് ചേർന്നിട്ടുള്ള വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ്റെ ഇത് ചെറിയൊരു, നമുക്കിതിൻ്റെ മേലെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അതേപോലെ ഒരു വിൻഡോ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വിൻഡോ ആണ്. അപ്പോൾ അതിൽ ക്രോക്കറി എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രിഡ്ജിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇത് വാഷിംഗ് മെഷീൻ്റെ സ്പേസാണ്. നമ്മുടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്കിനോട് ചേർന്നിട്ട് ചെറിയ
ഒരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്ന ആക്സറീസ് അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്സറീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്, താളി പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കീപ്പ് ചെയ്യുന്നത് ഇതേപോലുള്ളൊരു ഫുൾ ഹൈറ്റ് യൂണിറ്റിലാണ്. ഇതൊരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റിന് ഒട്ടും അതായത് ഒബ്സ്ട്രക്ഷൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്പേസ് പ്ലാനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് വാളിന്ന് മാക്സിമം 20 സെൻറ്റിമീറ്ററാണ് പ്രൊജക്ഷൻ വന്നിരിക്കുന്നത്. അതൊരു വൈറ്റ് തീമിൽ കൊടുക്കുക കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇൻറ്റീരിയറിന് കുറച്ചുകൂടി ഭംഗി കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഫീല് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് തീം ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ 3 യൂണിറ്റ് വരുന്നുണ്ട്. ഇത് ടാൻഡം ഡ്രോവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അവൻ, ഇത് ഇതേപോലെ തന്നെ സ്റ്റോറേജ് കബോർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിലാണ് വർക്ക് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പേസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണ്ട് ഒരു 30 വർഷം പഴക്കമുള്ള വീടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റേതനുസരിച്ചിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പേസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു ക്ലയൻറ്റിൻ്റെ അവർക്ക് പല റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അറിയാവുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ഡിസൈൻ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നമ്മളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് ലിമിറ്റേഷൻ വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് വാൾ ഡിമോളിഷൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ നമുക്ക് ഡിമോളിഷൻ ചെയ്ത് ഓപ്പണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന് കുറച്ചുകൂടി വൈഡായിട്ടുള്ള വ്യൂ കിട്ടും എന്നുള്ളതെല്ലാം നമ്മൾ തിങ്ക് ചെയ്തതിന് ശേഷമാണ് അതാത് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്സും അതേപോലെ ക്ലോസിങ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ആ രീതിയിൽ കൊടുത്തിട്ടാണ് ഈ വീടിന് ഇതേപോലെ ഒരു ട്രെൻഡിങ് ഒരു ഡിസൈൻ കൊടുത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രി, അതേപോലെ തന്നെ സ്റ്റെയർ ഏരിയ, സ്റ്റെയർ സോഫിറ്റ് എല്ലാം വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മിനിമലായിട്ടാണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു സ്പേസ് വളരെ ലിമിറ്റഡ് ആയത് കാരണം കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു ഫർണിച്ചർ അലൈൻമെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യൂൻ സൈസ് കോട്ട് വിത്ത് 1 സൈഡ് ടേബിൾ, അതേപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് ഡിസൈൻ, വാൾ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്, ഗ്രൂസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടിയും ഒരു മോഡേൺ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു കട്ടിംഗ് ഡിസൈൻ കൊടുത്ത് അതിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിംഗ്, ജിപ്സം സീലിംഗ് ചെയ്തിട്ട് പ്രൊഫൈലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ സ്റ്റഡി ടേബിൾ, അതേപോലെ തന്നെ വാൾ പാനലിംഗ് കോവലൈറ്റ് വരുന്നത്. ഒരു ലെഡ്ജ് കൂടിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബുക്സ് എല്ലാം അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് കുറവായത് കാരണം കൊണ്ടാണ് ഈ ഒരു വാൾഡ്രോപ്പ് സ്ലൈഡിങ് വാൾഡ്രോപ്പായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ലോഫ്റ്റ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് കുറവായത് കാരണം കൊണ്ട് നമുക്ക് പില്ലോസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും പെട്ടി കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു ലോഫ്റ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലും നാച്ചുറൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ബ്ലൈൻഡ്സിൻ്റെ ആ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് പഴയ ഒരു സ്പേസും പുതിയ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ കളർ തീം, പെയിൻറ്റിങ്ങിൻ്റെ തീം, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ട് വർക്കുകളാണെങ്കിലും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ എല്ലാം ആ ഒരു തീം കറക്റ്റായിട്ട് വരുമ്പോഴാണ് ആ ഒരു സ്പേസ് മോഡേൺ ആയിട്ട് മാറുന്നത്. ഗസ്റ്റ് ബെഡ്റൂമിന് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പാരൻസ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാരൻസ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മിനിമൽ ആൻഡ് പ്ലസൻറ്റ് രീതിയിലാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ക്യൂൻ സൈസ് കോട്ട് വിത്ത് 1 സൈഡ് ടേബിൾ, അതേപോലെ തന്നെ ആ ഒരു ഹെഡ് പാനൽ ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾ കുറച്ചുകൂടിയും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വാൾപേപ്പറാണ്, നല്ലൊരു ടെക്സ്ചർ ഡിസൈൻ വരുന്ന ഒരു വാൾപേപ്പറാണ്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റഡി ടേബിൾ വരുന്നത്. 2 ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 2 റാക്ക് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു സ്പേസ് വളരെ മിനിമലായത് കൊണ്ടാണ് ഇതേ രീതിയിലുള്ള വാൾഡ്രോപ്സ്, സ്ലൈഡിങ് വാൾഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലായിട്ടാണ് പാരൻസ് ബെഡിൻ്റെ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിന് നമുക്ക് മിനിമലായിട്ടുള്ള ഒരു ഡിമോളിഷിങ് മാത്രമാണ് വേണ്ടി വന്നിട്ടുള്ളൂ. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൈൽസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട്
നമ്മൾ പുതിയ വാൾ കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷമാണ് ആ ഒരു ടോയ്ലറ്റ് നമ്മൾ റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമൺ ഏരിയയുടെ അതേ ഫ്ലോറിംഗ് തന്നെയാണ് ഈ ഒരു പാരൻസ് ബെഡ്റൂമിന് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സ്റ്റെയർകേസ് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വുഡൻ ഹാൻഡ് റെയിലായിരുന്നു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഇതേപോലെ SS വിത്ത് ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു മോഡേൺ ടച്ച് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മോഡേൺ കം ട്രഡീഷണൽ ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടായിരുന്ന മാർബിളായിരുന്നു, അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേപോലുള്ള വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷ് വരുന്ന ടൈൽ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തീമിന് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു ബ്രിക്സ് ഡിസൈൻ വരുന്ന വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഈ ഒരു തീമുമായിട്ട് ബ്ലെൻഡായിട്ടാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ടെക്സ്ചർ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയത് കാരണം കൊണ്ടാണ് ആ ഒരു ബീഡിങ് നമ്മൾ ഇതിനോട് ചേർത്തെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ടെക്സ്ചർ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്തും ടച്ച് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ അടർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആ പാനലിങ് കുറച്ചുകൂടി വൈഡായിട്ട് ഇങ്ങനെ എടുത്ത് നമ്മളൊരു പാനലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പഴയ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വലിയൊരു ഫിക്സഡ് ആയിട്ടൊരു പാനലായിരുന്നു. അത് ഈ ഒരു ഫ്ലോർ ഏരിയ ഈ ഒരു ഓപ്പണിംഗ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു വൈഡ് ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പാനലെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ വൈഡായിട്ടുള്ളൊരു ഓപ്പണിംഗ് പാനലിങ് കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ ഏരിയ വാളിൽ വാൾപേപ്പറാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, ഒരു ബ്രിക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴ്ന്നാണെങ്കിലും ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ ഒരു സ്പേസ് എന്നാണെങ്കിൽ ഒരു വൈഡ് വ്യൂ ആണ് ഈ ഒരു ഏരിയ. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഇൻസ്റ്റെബിലിറ്റി ഉള്ളത് കാരണം കൊണ്ട് 30 വർഷമായിട്ടുള്ള വീടാണല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം റൂഫിൻ്റെ ഡീമോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വാൾ വരുന്ന ഏരിയയിൽ മാത്രമാണ് ഡീമോളിഷിങ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ 4 ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം, ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു കിച്ചൺ ഉണ്ട്, അതേപോലെ തന്നെ ബാൽക്കണി പ്രൊവിഷനുണ്ട്. ഈ അപ്പർ ലിവിങ്ങിൽ ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ്. സീലിംഗ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്, കോവ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ്സ്, COBs എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഒരു സോഫ ഇവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഫയാണ്. പിന്നെ DB പാനൽ നമ്മൾ താഴെ ഡിസൈൻ ചെയ്തതുപോലെ തന്നെയാണ് മേലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഡിസൈനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ഈ ഒരു മോഡേൺ കം ട്രഡീഷണൽ സ്റ്റൈൽ ഫോളോ ചെയ്തത് കാരണം കൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള വാൾസ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാലൻസ് ഉള്ള വാളുകളെല്ലാം വൈറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സെൻറ്റർ ടേബിൾ ചെയ്തിരിക്കുന്നത് PVD ലെഗ് കൊടുത്തിട്ട് നല്ലൊരു ഡിസൈനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലോർ ഡിസൈൻ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എൻട്രൻസ് ഇതേ രീതിയിൽ ഫുൾ ഹൈറ്റ് ഒരു ആർച്ച് പാനലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ചെറിയൊരു പാസേജ് കഴിഞ്ഞിട്ടാണ്. ആ പാസേജിൻ്റെ വാള് ഇതേപോലെ പാനലിംഗ് കൊടുത്ത് കുറച്ചുകൂടിയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സ്പേസിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ഡിസൈൻ ആയത് കാരണം കൊണ്ട് സീലിംഗ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പ്രൊഫൈൽ ലൈറ്റ്, കോവ് ലൈറ്റ്, പിന്നെ നമ്മൾ ഒരു വാള് കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഒരു ടെക്സ്ചർ കളർ വരുന്ന ഒരു വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിങ് സൈസ് കോട്ട് വിത്ത് 1 സൈഡ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 4 ഡോർ വാർഡ്രോപ്പ്, ഡിസൈനർ വാർഡ്രോപ്പ് കം ബേ വിൻഡോ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലൈൻഡ്സിനാണെങ്കിലും നമ്മുടെ ഈ ഒരു ടോട്ടൽ തീമിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിങ്ങിലെ സൺ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു TV യൂണിറ്റിനോട് ചേർന്നാണ്. ആ ഒരു മിനിമൽ സ്പേസ് കീപ്പ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫർണിച്ചർ ഡിസൈൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ക്യൂൻ സൈസ് കോട്ട് വിത്ത് 1 സൈഡ് ടേബിൾ, കോട്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പറാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു മ്യൂറൽ ആർട്ട് വരുന്നൊരു വാൾപേപ്പർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ലൈഡിങ് വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റഡി ടേബിൾ, ഒരു ലെഡ്ജ്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്.
റിനോവേഷൻ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.